2006 മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി പുതിയൊരു ദൃശ്യ സംസ്കാരത്തിന് തുടക്കമിട്ടു അമൃത ടി വി. സൂപ്പർ സ്റ്റാറിന്റെ വിജയത്തിന് ശേഷം കുട്ടിപ്പാട്ടുകാരിലെ സൂപ്പർ താരത്തെ കണ്ടെത്താൻ സൂപ്പർ സ്റ്റാർ ജൂനിയർ. It goes to Al-Shabir. The first lady of the evening. The title winner is Reenu Razak. First prize winner is Madhushri. പുതുനാമ്പുകളെ തേടിയുള്ള അമൃത ടി വിയുടെ യാത്ര തുടരുന്നു. जाऊ द्या न घरी मला जाऊ द्या न घरी मला जाऊ द्या न घरी मला जाऊ द्या न घरी
की बारा मला जाऊ द्या ना घरी वाजले की बारा जी जी रे जी ശാലിൻ സോയ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന അമൃത ടിവിയുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ യാത്ര ഇതാ ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന ഓഡീഷൻ വിജയകരമായി പൂർത്തിയാക്കിയ കൊച്ചു പ്രതിഭകൾ വരും ദിനങ്ങളിലായി നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഈ വേദിയിൽ മാറ്റുരയ്ക്കും. കുട്ടിപ്പാട്ടുകാരിലെ സൂപ്പർ താരത്തിനെ കണ്ടെത്താൻ ഞാനുമുണ്ട് ഇനി നിങ്ങളുടെ കൂടെ. നമ്മുടെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. വേദിക്കൊരു പൂർണ്ണത വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റാർ ഓർക്കസ്ട്ര. ഇവരാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ സ്റ്റാർ ഓർക്കസ്ട്ര ടീം. എല്ലാവർക്കും സൂപ്പർ സ്റ്റാർ വേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓർക്കസ്ട്ര ടീം ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ പെർമനന്റ് ജഡ്ജസിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ ജഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിഷനിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. പ്രത്യേകിച്ച് ഒരു മുഖവരുടെ ഒന്നും ആവശ്യമില്ല. മലയാളികൾ കാലം എത്ര കടന്നുപോയാലും നെഞ്ചിലേറ്റിയ ശബ്ദമാണ്. സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെ കുട്ടികൾക്ക് പോലും പ്രിയങ്കരിയാണ് അവർ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുജാത ചേച്ചി.
Suja ji. Welcome to our show. That was such a lovely entry. I should say. Thanks. And the dancers and the researcher Chide. തീർച്ചയായും Thanks തീർച്ചയായും everyone for the great encouragement. Sure. And our lovely orchestra. Yes. Thanks a lot. ചേച്ചി അപ്പം നമ്മൾ പുതിയ സീസൺ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ പുതിയ സീസൺ ആരംഭിക്കാൻ പോവാണ്. ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. Thanks a lot. മോൾക്കും ഞങ്ങളുടെ സ്വാഗതം. താങ്ക് യു സോ മച്ച്. എനിക്കറിയാം സുജാത ചേച്ചി ഓഡീഷൻ പാനലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ആരൊക്കെയാണ് ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ മെയിൻ സ്റ്റേജിലേക്ക് എൻട്രി ആയെന്ന് നമുക്കറിയില്ല. ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റും നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് സെലക്ട് ആയിട്ടുള്ളത് ഒക്കെ? അതിൽ ബെസ്റ്റ് ഒരു ഗ്രൂപ്പിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ടഫായിരുന്നു ആ പിള്ളേർന്നൊരു ബെസ്റ്റ് പിള്ളേരെ സെലക്ട് ചെയ്യാനായിട്ട്? കുറേ കുട്ടികളൊക്കെ ഓരോ സെൻറ്ററിലായിരുന്നല്ലോ. അതിൽ ഓരോ സെൻറ്ററിൽ നിന്ന് നല്ല നല്ല കുറേ ഞങ്ങൾക്ക് ഹാൻഡ് പിക്ക് ചെയ്യാൻ പറ്റി നല്ല കുട്ടികളെ. കുറച്ച് കുട്ടികളൊക്കെ വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നവരുണ്ട്. പക്ഷേ വി ഹാഡ് ഫൺ. ആ കുട്ടികളെ നമ്മൾ റിലാക്സ് ചെയ്യിച്ച് അങ്ങനെയായിരുന്നു ഓഡിഷൻ. ആൻഡ് ഒരു കാര്യം എല്ലാ ഷോയിലും നമ്മൾ ഞാൻ പറയണ പോലെ തന്നെ ഇതിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ സ്റ്റാർസ് എത്ര വലിയ ജഡ്ജസോ പേര് കേട്ട ജഡ്ജസോ ഒക്കെ ആണെങ്കിലും സ്റ്റാർസ് നായകനും നായികമാരും ഇതിൻ്റെ കണ്ടസ്റ്റൻസ് ആണ്. അവര് നല്ലോണം പെർഫോം ചെയ്യുന്നതനുസരിച്ചിരിക്കും ഈ ഷോ ഷോയുടെ ഒരു ശക്തി എല്ലാം നമ്മുടെ കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത്തവണ നല്ല ഭയങ്കരമായിട്ട് പാടണം. ഒരു എസ്പെഷ്യലി ഒരു 9-10 കുട്ടികൾ അസാധ്യമായിട്ട് പാടണം. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളും അവരുടെ ഒപ്പം എത്താൻ ഈ സഹായിക്കട്ടെ. എനിക്ക് ഉറപ്പാണ് അതിന് എന്താ പറയുക ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ജഡ്ജസിന്റെ ട്രെയിനിങ് എന്തായാലും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഷുവറാണ്. തീർച്ചയായിട്ടും പാടും. ഒരു 2 സ്റ്റേജ് കഴിയുമ്പോഴേക്കും എല്ലാവരും അങ്ങനെ നല്ല ട്രെയിനർ ഉണ്ട്. പിന്നെ ഇവരുടെ കൂടെയൊക്കെ ഉള്ള പ്രാക്ടീസ് അല്ലേ, ഇവരൊക്കെ വലിയ ആർട്ടിസ്റ്റാണ്. ഈ മ്യൂസിഷ്യൻസ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലത്തെ ബെസ്റ്റ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള പ്രാക്ടീസൊക്കെ ജനറലി അവരുടെ സിംഗിങ് ലിഫ്റ്റ് ചെയ്യും. ശരിക്കും എന്താ പറയുക കുട്ടികൾക്കൊരു ഭാവിയിലേക്ക് ഒരു വലിയ ഗായികയും എന്താ പറയുക സുജാതേച്ചിനെ പോലെ ഒരു വലിയ ഗായികയാവാനൊക്കെ പറ്റിയൊരു സ്പേസ് ആണ് അമൃത TV കൊടുക്കുന്നത് അല്ലേ? തീർച്ചയായും. സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഈ വേദിയിലേക്ക് ജഡ്ജിങ് പാനലിലേക്ക് ഞാൻ സുജാതേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ ഷോ ചേച്ചി. താങ്ക് യു. ആൻഡ് എല്ലാ മലയാളികൾക്കും മലയാളികളല്ലാത്തവർക്കും ഞങ്ങളുടെ ഷോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ഷോ കാണണം. നല്ല ജഡ്ജിങ് പാനലാണ്, നല്ല കുട്ടികളാണ്. യു വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം വാച്ചിങ് ദിസ് ഷോ. God bless. Thank you so much, Ajay. Please. நேற்று இல்லாத மாற்றம் என்னது காற்று என் காதிலேது சொன்னது இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா അതെന്താ ഞാൻ പെർഫോം ചെയ്തു, എന്താ വിജു പെർഫോം ചെയ്യത്തെ? अंगे पार ഇതിൽ മോർ അറ്റ് ഹോം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ചേച്ചി സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ചേച്ചി തന്നെ പറയണം. എന്താ വെച്ചാൽ അപ്പയുടെ സ്വന്തം മോൾ എന്നുള്ള ഒരു സ്ഥാനത്ത് എന്ന് പറയുകയാണെങ്കിൽ സുജിയാണ്. സ്വാഗതം ചെയ്യാം. വർഷം മുന്നേ സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോൾ ഞാനൊരു കീബോർഡ് പ്ലെയർ ആയിട്ടാണ് വന്നത് ഇവിടെ. ഇപ്രാവശ്യം വരുന്നത് വായിക്കാൻ തന്നെയാണ്, വായിക്കാനുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എനിക്കൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. ദിസ് ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ടു സിറ്റ് വിത്ത് 2 ഗ്രേറ്റ് മ്യൂസിഷ്യൻസ്. സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ അടുത്ത ജഡ്ജിനെ വെൽക്കം ചെയ്യേണ്ട സമയമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ചേച്ചി നമുക്ക് അടുത്ത ജഡ്ജിനെ വെൽക്കം ചെയ്യാം അല്ലേ? വിളിച്ചോളൂ. ഇദ്ദേഹം നമ്മുടെ മുമ്പത്തെ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ ജഡ്ജ് ആയിരുന്നു. മാത്രമല്ല നമ്മുടെ ഓഡീഷൻ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനി ഗസ്? ഞാനൊരു ക്ലൂ പറയാം. ഈ ക്ലൂ പറഞ്ഞാൽ എന്തായാലും അറിയും. പറയട്ടെ. 2015 ഏറ്റവും ഹിറ്റായ എന്താ പറയുക യുവാക്കളിലെ ഏറ്റവും പോപ്പുലറായ ഒരു സിനിമയിലെ എല്ലാവരും മൂളിപ്പാടിയ ഒരു പാട്ടുണ്ട്. അതേതായിരുന്നു?
Yes, let all welcome Vijay Eshudas. Hello, Vijay hello, Chetta. hello. Welcome to Superstar Junior Season Thank 5. you. Five, Thank five, you, thank five. you, thank you. Hi, Suji. ഹൗ ഡു യു ഫീൽ നൗ? ഇത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജൂനിയർ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ജഡ്ജ് ആയിരുന്നു മുമ്പത്തെ സീസണിൽ. ഇപ്പം വീണ്ടും ഒരു മടങ്ങി വരവാണ്. തീർച്ചയായിട്ടും കുറേ പരിചയമുള്ള മുഖങ്ങൾ ആൻഡ് തീർച്ചയായിട്ടും കുട്ടികൾ നിറയെ ടാലൻറ്റഡ് കുട്ടികൾ അന്ന് ആ സീസണിൽ MJ ചന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ രണ്ടും കൂടെ ജഡ്ജസ് ആയിട്ടിരുന്നപ്പോൾ വളരെ നല്ല ടാലൻറ്റഡ് കുട്ടികൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ പ്രാവശ്യം ഓഡീഷനിലുണ്ടായിരുന്നില്ലേ വിജയ് ചേട്ടൻ? ഈ ഓഡീഷൻസിലുണ്ടായിരുന്നു. ഓഡീഷനിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഓഡീഷനിലൊന്നും ഇല്ലായിരുന്നു, ഞാൻ ജസ്റ്റ് മെയിൻ ജഡ്ജിങ് പാനലായിരുന്നു. പക്ഷേ ഇതിൽ മോർ അറ്റ് ഹോം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ചേച്ചി, സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ ഒരു ആൻറ്റി എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അല്ലെങ്കിൽ അപ്പയുടെ, ശരിക്കും പറഞ്ഞാൽ ചേച്ചി എന്ന് തന്നെ പറയണം. എന്ന് വെച്ചാൽ അപ്പയുടെ സ്വന്തം മോൾ എന്നുള്ള ഒരു സ്ഥാനത്ത് എന്ന് പറയുകയാണെങ്കിൽ സുജിയാണ്. സോ കൊച്ചിലെ തൊട്ട് ഇത്രയും ഞങ്ങളെയൊക്കെ എടുത്ത് നടന്നിട്ടുണ്ട് മോഹൻ ചേട്ടനൊക്കെ. സോ അതുകൊണ്ട് ഒരു ഹോംലി ഫീലാണ് സുജിയുടെ കൂടെ എന്ത് ഷോന് പോയാലും. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എന്തായാലും ഇനി കുറേ മാസങ്ങൾ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകണം. അതല്ലാണ്ട് എൻ്റെ വേറൊരു അടുത്തൊരു സുഹൃത്ത്, ഞങ്ങൾ കുറേ പ്രോഗ്രാംസിന് ലോകമെമ്പാടും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. സോ ലോകമെമ്പാടും അറിയുന്ന ഒരു സർപ്രൈസാണ് അത്. നിങ്ങൾക്ക് അടുത്ത ജഡ്ജ് ആരാണെന്നുള്ളത് അത് ഞാനിപ്പോൾ പറഞ്ഞ് പൊട്ടിക്കുന്നില്ല. പക്ഷേ സോ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ അഗൈൻ. അമൃത TV-യിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു ജഡ്ജായിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയത് വളരെ സന്തോഷമുണ്ട്. I hope you enjoy this beautiful set of, wonderful set of talented children for Superstar Junior again. Thank you so much, sir. Please. Thank you. ശാലിൻ, Yeah, yes. അതെന്താ ഞാൻ പെർഫോം ചെയ്തു, എന്താ വിജു പെർഫോം ചെയ്യത്തെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. Ange par, ange par. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെണ്ണിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തണുവീറൻ കാറ്റും ഉലകങ്ങൾ ഇലനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെണ്ണിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ഒളിച്ചു മറച്ച നിധിക്കു കൊതിക്കും തേടൽ തേടൽ.
തിര ഊഴി കണ്ട തിര എന്നുള്ളിലുണ്ടു തിര നിന്നുള്ളിലുണ്ടു തിര ചാഞ്ചാടിയാട് നീ എന്റെ ചാരെ നിൻ കൈകളാലെ നെഞ്ചം തലോട് ചിത്തിരത്തിര എത്തിരത്തിര ചിത്തറിയുന്ന തിര ഒത്തിരി തിര തിരിത്തിര തെറിയുന്ന തിര നടുവിൽ നിന്നുമെറിയും പായ നിവരും ചേലിലിതിലെ വന്നണയും ഒരു തിര ഇരുതിര തെരുതെരെ നറുതിരകൾ ആഴി നടുവിൽ നിന്നുമെറിയും ഇന്നുമെറിയും ചേലിലിതിലെ വന്നണയും ഇരുതിര തിരുതിര തെരുതെരെ നറുതിരകൾ രാവുകളിൽ ആകാശം ഈ കടലിൽ ഒന്നാകെ താരമണി നാളങ്ങൾ മിന്നുമൊളി പാകുന്നു ഇരുകൾ ഇരുളിൽ ഉഴലുകൾ അഴകിലെരിയുമ തിരകളിലെ തിരികെ ഒളിയേകാൻ വന്ന തിര ചിരിയേകാൻ വന്ന തിര ഇടനെഞ്ചിൽ ചേർന്നലിയും പല തിര തിര ചിത്തിരത്തിര തിരിത്തിര തെറിയുന്ന തിര ഒത്തിരി തിര തെരിത്തിര തെറിയുന്ന തിര பெருசு இவ ஆள் புதுசு அழியோ சிறுசு இரும்பு புதுசு உள்ளால குத்தாமில்ல 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 ஆதாரிய தூரமில்ல சோகமில்ல பரமில்ல சோகமில்ல பரமில்ல சோகமில்ல பரமில்ல மாறி ரொம்ப மலா மாறி ரொம்ப கலா மாறி மாறி Boccia tunda mari, boccia singa mari mari. Nomba nala mari, nomba tala mari mari. Boccia tala mari, nomja mala mari. Ta ta hey, ta hey, ta hey, ta hey, ta hey, ta hey, ta hey. നമ്മുടെ പെർമനന്റ് ജഡ്ജിംഗ് പാനലിലെ മൂന്നാമത്തെ ആളാരാണെന്ന് അറിയാൻ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം. പത്ത് വർഷം മുന്നേ സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോൾ ഞാനൊരു കീബോർഡ് പ്ലെയർ ആയിട്ടാണ് വന്നത് ഇവിടെ. ഇപ്രാവശ്യം വരുന്നത് വായിക്കാൻ തന്നെയാണ്, വായിക്കാനുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എനിക്കൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. ദിസ് ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ടു സിറ്റ് വിത്ത് ടു ഗ്രേറ്റ് മ്യൂസിഷ്യൻസ്. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഷൂട്ട് കഴിയുന്നതോടുകൂടി നീ കൊടുത്ത ആ ലുങ്കിയോ എനിക്കൊന്ന് വേണമായിരുന്നു. തരാം തരാം. അത് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല. ഞാൻ ഈ ഷോന് വേണ്ടി അത് ഞാൻ അങ്ങനത്തെ ഒരു ലുങ്കി സെലക്ട് ചെയ്ത് തന്നെ അത് കഴിഞ്ഞിട്ട് നിനക്ക് തരാൻ വേണ്ടി എനിക്ക് തരാൻ Sarali, Indra Puri, Tuna Kali, Basa.
ജഡ്ജിങ് പാനലിലെ മൂന്നാമത്തെ ആളാരാണെന്ന് അറിയാൻ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം. ആളെ പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുന്നതാണ്. സ്വാഗതം ചെയ്യാം. Thank you. ഹലോ സ്റ്റീഫൻ ചേട്ടാ. Hi. വാട്ട് എ പെർഫോമൻസ് യാ. എന്തൊരു എനർജറ്റിക് പവർ പാക്കിംഗ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ. ഒരു വലിയ ക്ലാപ്പ് പ്ലീസ്. Thank you. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ സീസൺ 5. Thank you. എന്താ തോന്നുന്നത് ഇവിടെ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീത മത്സരമാണ്. ഹൗ ഡു യു ഫീൽ നൗ? പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. 10 വർഷം മുന്നേ സൂപ്പർ സ്റ്റാർ തുടങ്ങിയപ്പോൾ ഞാനൊരു കീബോർഡ് പ്ലെയർ ആയിട്ടാണ് വന്നത് ഇവിടെ. അന്ന് സത്യം പറഞ്ഞാൽ ഒരു 50% മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ടി വിയിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചൊരു കലാകാരനല്ല. ഞാൻ സ്റ്റുഡിയോയിൽ ക്രിയേറ്റീവായിട്ട് ഓരോ മ്യൂസിക് ഡയറക്ടർമാർക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരു അവസരത്തിലായിരുന്നു എനിക്കിങ്ങനൊരു ഓഫർ വന്നത്. എൻ്റെ കൂട്ടുകാരായ അൽഫോൺസ്, ദീപക് ദേവ്, ബാലഭാസ്കർ 3 ജഡ്ജിമാരന്ന് ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു അൺപ്ലഗ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് വന്നത്. ഞാനൊരു പ്രതീക്ഷയില്ലാണ്ട് വന്നു. ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകാമെന്ന പ്ലാനിൽ തന്നെ വന്ന് അന്ന് തുടങ്ങി. പിന്നെ ഒരു 6 വർഷം നീണ്ട ഞാൻ സൂപ്പർ സ്റ്റാറിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. ഞാനൊരു ഷോയ്ക്ക് വേണ്ടി ഇവിടെ അങ്ങനെ ഫുൾ ടൈം വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വരുന്നത് വായിക്കാൻ തന്നെയാണ്, വായിക്കാനുണ്ട്. പക്ഷേ അതുപോലെ തന്നെ എനിക്കൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. ദിസ് ആൻ അമേസിങ് ഓപ്പർച്യൂണിറ്റി ടു സിറ്റ് വിത്ത് 2 ഗ്രേറ്റ് മ്യൂസിഷ്യൻസ് സിംഗേഴ്സ് ഫ്രം സൗത്ത് ഇന്ത്യ. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന സുജാത ചേച്ചി, ഞാൻ ഇഷ്ടപ്പെടുന്ന
വിജയ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ഒരു ചേച്ചി തന്നെ ഒരു അനിയനമാരി എപ്പോഴും കാണുന്നുണ്ട്. അതെപ്പോഴും ആ റെസ്പെക്റ്റോടും ആ ഒരു അഡ്മൈറേഷനും കൂടെ ചേച്ചിയുടെ കൂടെയും, പിന്നെ ഇന്നും അന്നും മലയാളത്തിൽ ഒരു യുവഗായകനായി മാറി. നൗ ഈസ് ബിക്കം എ ഗ്രേറ്റ് സിംഗർ. എൻ്റെ ഒരു സുഹൃത്തും ഒരു സഹോദരനുമായി ഞാൻ കാണുന്നു, അദ്ദേഹം കാണുന്നു തന്നെ, വൺ ആൻഡ് ഓൺലി വിജയ് യേശുദാസ്. അവർ രണ്ടുപേരും കൂടെ എനിക്ക് അവരുടെ കൂടെ ജഡ്ജ് ചെയ്യാൻ ഐ ഡോണ്ട് ഡിസേർവ് ആസ് എ ജഡ്ജ്, ബിക്കോസ് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ ആരുമല്ല, അല്ല ഉള്ളത് പറയണല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത് ഈ ഷോൻ്റെ ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ എനിക്കൊരു അവസരമായിട്ട് കരുതുന്നു. ഫോർ ദാറ്റ് ഐ ഹാവ് ടു സിൻസിയർലി താങ്ക്സ് ദ പ്രൊഡ്യൂസർ, ഒരു സൂപ്പർ സ്റ്റാർ, പിന്നെ അമൃത TV ഹോൾ ക്രൂ ഇൻക്ലൂഡിങ് ഓൾ ദ ഡയറക്ടേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയിൽ ഇപ്പോൾ ഒരു ജഡ്ജായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. പക്ഷെ ഞാൻ വായിക്കും, എൻ്റെ അവിടെ ഒരു കീബോർഡും വെച്ചിട്ടുണ്ട്. സോ ഐ ബി പ്ലേയിങ് ഇൻ ബിറ്റ്വീൻ. നല്ലൊരു തുടക്കം, നല്ലൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കൂടെ അവരുടെ കൂടെ ഞാനും ഉണ്ട്. അതെ, അടിച്ചു പൊളിച്ച് നമുക്ക് ഇപ്പൊ തന്നെ എൻട്രി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എങ്ങനെ പോവും നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ ജേർണിന്ന്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ സീസൺ 5 പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഈ യാത്രയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഇരിക്കുക. വളരെ നല്ല കണ്ടസ്റ്റൻസാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഒരു മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് അമേസിങ് കിഡ്സ്. അത് പാട്ട് മാത്രമല്ല, പെർഫോമൻസും എല്ലാം കൊണ്ടും ഒരു പാക്കേജ് ആയിട്ടാണ് എല്ലാ കണ്ടസ്റ്റൻസും ഉള്ളത്. അത് സുജാ ചേച്ചിയും വിജയും കൂടെ അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരോട് കൂടെയും പിന്നെ ഇന്നിവിടെ ഓർക്കസ്ട്ര പെർഫോം ചെയ്യുന്ന വൺ ഓഫ് ദ സൂപ്പർ മ്യൂസിഷ്യൻസ്, അവരോട് കൂടെ ഇരിക്കാൻ പറ്റിയൊരു സന്തോഷം. താങ്ക് യു സോ മച്ച് darling. So once again it is my pleasure to sit there with the judges. Thank you so much. Thank you so much. Please. ഞങ്ങൾ രണ്ടുപേരും അറിയാലോ, ഞങ്ങളുടെ സ്വഭാവങ്ങളും ഞങ്ങളുടെ റൊട്ടീനും ഒക്കെ അറിയാം. അതൊക്കെ ചേച്ചി എങ്ങനെ സഹിക്കാൻ പോകണമെന്നാണ് എനിക്ക്. കുഴപ്പമില്ല, നമ്മൾ ഇത്രയും സഹിച്ചില്ലേ. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഷൂട്ട് കഴിയുന്നതോടുകൂടി നീ കൊടുത്ത ലുങ്കി എനിക്കൊന്ന് വേണമായിരുന്നു. തരാം. അത് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല. ഞാൻ ഈ ഷോന് വേണ്ടി ഞാൻ അങ്ങനത്തെ ഒരു ലുങ്കി സെലക്ട് ചെയ്ത് തന്നെ അത് കഴിഞ്ഞിട്ട് നിനക്ക് തരാൻ വേണ്ടി. എനിക്ക് എൻ്റെ വീട്ടിലെൻ്റെ വേലക്കാരൻ അവർക്കൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നന്നായി, കൊള്ളാം. ഇതാണ്. So everybody be ready for a fun roller coaster of a ride on Superstar Junior Season 5. Thank you. സോ നമ്മുടെ സ്റ്റാർസ് 18 മത്സരാർത്ഥികളെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. എല്ലാ കുട്ടികൾക്കും വാവാസിനും സ്വാഗതം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു മേ ബി ഒരു ചേച്ചി ഫിഗറായിട്ടോ അമ്മ ഫിഗറായിട്ടോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 2 ബ്രദേഴ്സും ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നമ്മളെല്ലാരും അടിച്ചു പൊളിക്കാൻ പോവല്ലേ? കൂടെ നിൽക്കുക, ഒരുമിച്ച് നിൽക്കാൻ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നല്ലൊരു ഷോ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ 3 ജഡ്ജസിനെയും നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ആരാ വരണ്ട? ഇനി നമ്മുടെ മത്സരാർത്ഥികളാണ് വേണ്ടത്. അവരില്ലാതെ നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഒന്നും അറിയില്ല, നമ്മുടെ ഓഡിയൻസിനും ഒന്നും അറിയില്ല ആരൊക്കെയാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്, ആരൊക്കെയാണ്, എത്ര പേരുണ്ട് കണ്ടുവച്ചിട്ട് ഒന്നും അറിയില്ല. നമുക്കത് നേരിട്ട് ജഡ്ജസിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതല്ല അതിൻ്റെ ഒരു രീതി. സുജാതേശി പ്ലീസ്. നമ്മൾ സെലക്ട് ചെയ്തേക്കണ 18 കണ്ടസ്റ്റൻസ് ആണ്. അത് പെർഫോമൻസ് ഓരോ ആൾക്കാരുടെ വഴിയെ വരും. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ആ 18 കണ്ടസ്റ്റൻസിനെയും നിങ്ങൾക്ക് വേണ്ടി. സോ നമ്മുടെ സ്റ്റാർസ് 18 മത്സരാർത്ഥികളെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. മലയാളം മണ്ണിൽ നിന്നും കാലം കവർന്നെടുത്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ONV സാറിന് ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മത്സരാർത്ഥികൾ
സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും വാവാസിനും സ്വാഗതം. ഇത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു സ്റ്റേജാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം എൻജോയ് ചെയ്യാനുള്ള സ്റ്റേജുമാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു മേ ബി ഒരു ചേച്ചി ഫിഗറായിട്ടോ അമ്മ ഫിഗറായിട്ടോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 2 ബ്രദേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എൻജോയ് യുവർ ജേർണി. എല്ലാവരും നല്ല ധൈര്യമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൺസ് അഗൈൻ കുറേ കുറുമ്പായ കുറേ സാധനങ്ങളുടെ മുമ്പിൽ ഞാൻ പിന്നെ ഇവിടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കാൻ പോവല്ലേ? യാ ഓക്കെ. സോ നിങ്ങളെല്ലാവർക്കും വേണ്ടി ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ 2 ബ്രദേഴ്സ് മൂത്ത ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഒപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ നിങ്ങൾക്ക് വെറുതെ എന്താ പറയുക നിങ്ങളെ
ഒരു ഉപദ്രവിച്ച് അതെ ഒരു കോലാക്കാൻ വേണ്ടിയല്ല. സോ വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു. സന്തോഷം. സുജാത ചേച്ചിയും വിജയും കൂടെ പറഞ്ഞു എത്ര സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളതെന്ന്. എനിക്ക് അതിൽ നല്ല വിശ്വാസമുണ്ട്. എല്ലാവരും കുറച്ച് പേരൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം നിങ്ങളിവിടെ ആയിരിക്കണതിൽ. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട്. വെറുതെ ഒരു ജഡ്ജ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കരിയറിൽ ആവശ്യമായിട്ടുള്ളൊരു ബലം തരാൻ വേണ്ടിയിട്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. കൂടെ നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നല്ലൊരു ഷോ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. നാളെ മുതൽക്ക് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഇൻ സൂപ്പർസ്റ്റാർ ജൂനിയർ. പറയൂ പ്ലീസ്. വാവ്, അതിമനോഹരമായിട്ടുണ്ട്. ഒന്നുകൂടി എടുത്തോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്ത പടം സൈൻ ചെയ്യണം. ഞങ്ങൾ 3 പേര് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളത് എടുത്തോണ്ടിരുന്നോ, ഒപ്പിയെടുത്തോളൂ. ഈ അഭിനയൊന്നും ചിലപ്പോൾ കിട്ടില്ല. ഒരു സംശയം, എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള ഇൻട്രാക്ഷൻ എടുക്കണ്ടേ? അത്രേ ഉള്ളൂ അല്ലേ? നമ്മളിവിടെ വന്നിരുന്നല്ലോ. പിന്നെ അല്ല, അത് കഴിഞ്ഞിട്ട് എന്നെ പുകഴ്ത്തുന്നതായിട്ടൊന്നും വേണ്ടല്ലോ അല്ലേ? അങ്കേ പാർ കട്ട്. ഓക്കെയാണ്. പിന്നെ അതൊക്കെ ഇങ്ങനെയൊക്കെ റിയാക്ഷൻ കിട്ടുള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങൾ ആക്ടേഴ്സ് അല്ല. അത് ഓവറാണോ? കുഴപ്പമില്ലെന്ന് പറയരുത്. ലുങ്കിയുടെ വൃത്തിയുടെ അനുരൂപൻ. അത് നന്നായിരിക്കും. സുജാത സാരീസ്, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.